യെസ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പ് ചോദിക്കുകയാണ്. ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ PSG ഗ്യാങ് നാട്ടിലെ ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവർ ഓൾറെഡി PSG ഗ്യാങ്ങിന് കുറേ ബാഡ് നെയിം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ്. എനിക്ക് കഴിയുന്നില്ല ഒന്നിനും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എനിക്ക് എന്തുണ്ടായതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പം എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ. അവനൊന്നും ഒരു ഉളുപ്പുമില്ല. എന്തൊക്കെ ചെയ്താലും ശരി, ആൾക്കാരുണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ തനിക്ക് എന്തും ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവനൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ഇവനൊന്നും ചെയ്യത്തില്ല. ഒരു ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരെ അവനെയൊക്കെ തിരിഞ്ഞു നോക്കാനും വേണ്ടി ഇതേ കണക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ വന്ന് പറയും എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അതിനെപ്പറ്റി പിന്നെ വീഡിയോ ചെയ്യാം. ഇതൊക്കെ പറഞ്ഞാൽ ഇനി ആരെങ്കിലും വിശ്വസിക്കുകയോ? ഇതൊക്കെ എൻ്റെ അഭിനയമാണെന്ന് കണ്ടാലേ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഫെയിമിന് വേണ്ടിയും കുറച്ച് സബിന് വേണ്ടി അതോടെ തന്നെ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ അവസാനം പിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് ഇതേ കൊണ്ടായി വന്നിരുന്ന് ന്യായം പറയുകയാണ്. എന്നിട്ട് ഇത് നാടകമായിരുന്നു, എന്നിട്ട് അഭിനയം കാണുമായിരുന്നു, എന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇതുണ്ടെങ്കിൽ ഇപ്പോൾ വെളിയിൽ വന്നിട്ടില്ലായിരുന്നു ഈ നാടകം ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും, ആൾക്കാരെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ അവരൊന്നും വിശ്വസിക്കാനേ പറ്റില്ല. ഒരു സംഭവം നടക്കുന്നത് സത്യമാണോ അല്ലയോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.